നമ്മൾ മീനുണ്ടല്ലോ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ കറി വെക്കാൻ വേണ്ടിയിട്ട്. മുള്ളൻ, ഇതാണ് നമ്മളെ നാട്ടിലെ മുള്ളൻ. ഒരാൾക്കൊന്നും നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിലെന്ന് പറയുന്നില്ല, മീനിൻ്റെ പേര് പലതുമാണ്. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല മീനിൻ്റെ പേര് പറയുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓരോ മീനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് മുള്ളൻ, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ മുള്ളൻ മൂളിശം വെക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ മുള്ളൻ മൂളിശം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയും പച്ചമുളകും മുറിച്ച് വെച്ചത് കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്ക ഇതിലിട്ടിട്ട് കേട്ടോ. തക്കാളിയും പച്ചമുളകും മുറിച്ച് വെച്ചത് കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്ക ഇതിലിട്ടിട്ട് കേട്ടോ. ഗൈസ്, ഇത് നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഉള്ളി തന്നെ പറയുന്നത്. തക്കാളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ആയിട്ടുണ്ട്. ഇത് പച്ച തക്കാളി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആവാതെ കേട്ടോ. കുത്തിച്ചിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് എന്തിടാം? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്കിടാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് കേട്ടോ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് വഴറ്റാം. എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പറങ്കിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വഴറ്റാം. ഇടട്ടെ. പറങ്കിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. നമുക്ക് വഴറ്റി കൊടുക്കാം നല്ലോണം. അയ്യോ, അടിക്ക പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ല. അതില്ല. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് മുള്ളനിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്ത് വേണം? ഇത് വറ്റണം. ഇത് വെള്ളം നല്ലോണം വറ്റണം. ഇതാണ് നമ്മളെ മുള്ളൻ മൂളീശൻ്റെ ആക്കുന്ന രീതി കേട്ടോ. ഇനി ഇത് വറ്റിയിട്ടാകുമ്പോൾ കാണിച്ചു തരേ. നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ, പിന്നെ കറിവേപ്പില ഇടണം കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ നനച്ചാൽ കറി സെറ്റായി. കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. കുരുമുളക് പൊടി കുറച്ചേ ഇടുന്നില്ല. എന്താ വെച്ചാൽ പിള്ളേഴ്സ് അധികം എരിവായാൽ കൂട്ടൂല. കുറച്ച് കുരുമുളക് ഇട്ട് ഇനി എന്ത് വേണം? കുറച്ച് വെളിച്ചെണ്ണ നനക്കണം. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും ഒരിത്തിരി മതി കേട്ടോ. വെളിച്ചെണ്ണയും നനച്ച് ഇതിങ്ങനെ സെറ്റാക്കി കണ്ടോ മൂളീശൻ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.